ഇങ്ങനെ നിൽക്കുമ്പോ മായാമഞ്ചലിനെ പറ്റി പറയാതെ പോവാൻ പറ്റില്ല നമുക്ക്. എങ്ങനെയായിരുന്നു അതിന്റെ റെക്കോർഡിംഗ് സെഷൻസ്? ഈ ഒരു മ്യൂസിക് കമ്പോസർ എന്നെക്കാട്ടിലും നന്നായിട്ട് പറയാനുള്ള പ്രാപ്തി ആൻഡ് റൈറ്റ് അവിടെ ഇരിക്കുന്നു. മൈ മ്യൂസിക് കമ്പോസർ അദ്ദേഹം പറയും. ഇല്ല വേണിച്ച ഞാൻ മായാമഞ്ചൽ ചെയ്യുന്ന സമയത്ത് അത് ചെയ്തിട്ട് അത് നമ്മുടെ അപ്പൊ രാജീവേട്ടൻ ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ TK രാജീവ് കുമാർ അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹവും വേണിച്ചേട്ടനും ശ്രീനിവാസേട്ടനും ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. അവരുള്ള മ്യൂസിക് പ്രോഗ്രാംസ് രാജീവേട്ടൻ ട്രിപ്പിൾ കോങ്കോ എന്താ വായിക്കുമായിരുന്നല്ലേ. അപ്പോൾ അറേഞ്ച് ഈ ഫുള്ള് സെറ്റപ്പ് ആക്കുന്നതൊക്കെ രാജുവേട്ടനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പാട്ട് നമ്മുടെ വേണുവിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേണുചേട്ടനെ അറിയാവുന്ന വേണുചേട്ടൻ വേറെണ്ണം അറിയാമോ ഈ യൂണിവേഴ്സിറ്റി അത് എത്ര അതൊന്നും അത് വേണുചേട്ടനാണ് പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. 1980 to 85 5 times യൂണിവേഴ്സിറ്റി ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു. ഫസ്റ്റ് പ്രൈസ്. അങ്ങനാണ് എനിക്ക് വേണുചേട്ടനെ അറിയാവുന്നത്. ജി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ജി വേണുഗോപാൽ എന്ന് കേട്ട് ഞാൻ മര്യാദ കൊണ്ട് വേണുചേട്ടൻ വന്നപ്പോ വേണുഗോപാൽ ജി എന്ന് വിളിച്ചു. അറിയാണ്ട് തിരിഞ്ഞു ബാക്കി കേക്ക്. അപ്പൊ ഈ രാജുവേട്ടൻ പറഞ്ഞിട്ടപ്പോ വേണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഉച്ച സമയത്ത് എന്തോ വന്നെന്ന് തോന്നുന്നു. നമ്മുടെ വുഡ്ലാൻഡ്സിലായിരുന്നു കമ്പോസ്. വുഡ്ലാൻഡ്സിലോ വാങ്കുരയിലോട് അപ്പൊ വുഡ്ലാൻഡ്സിൽ ഇപ്പൊ വേണിച്ചേട്ടൻ വന്നപ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന പോലെ. അന്ന് വിറ്റ ഈ സെന്റ് വിൽപ്പനക്കാരന്റെ ഉടുപ്പല്ലായിരുന്നു. കൊറേ പോക്കറ്റും സെന്റ് ഇട്ടിട്ട് നമ്മുടെ ചിന്നക്കടയിലൊക്കെ നിൽക്കും. സെന്റ് അല്ല അതിലൊരു തമാശയുണ്ട്. ശരത്ത് പറയുന്നത് ഞാൻ വന്ന ഉടനെ എന്നെ ഹലോ വേണുഗോപാൽ ജി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഐ ആം ജി വേണുഗോപാൽ. എന്റെ പേര് അങ്ങനല്ല. തിരിച്ചൊരു തമാശ പറഞ്ഞതാണ്. ശരി അണ്ണാ ഞാനിത് പറയട്ടെ. അപ്പൊ വേണുചേട്ടനെ ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് കണ്ടപ്പോഴേ വേണുചേട്ടനെ ഇഷ്ടമായി. നല്ല സുന്ദരൻ സുമുഖൻ നല്ല വളരെ വൃത്തിയായിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോലെ ചുമ്മാ എന്തെങ്കിലും വായി വന്നത് വേണുചേട്ടൻ പറയാറില്ല. എല്ലാം വളരെ ശരത്ത് കുറച്ച് സ്ഥലം തന്നാൽ എനിക്ക് അവിടെ ഇരിക്കാമായിരുന്നു എന്നൊക്കെ അത്ര. അപ്പോഴത്തെ ഞാനും പേടിച്ചു, എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നില്ല. അപ്പൊ വേണുചേട്ടൻ്റെ പാട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അടുത്ത ദിവസം തോന്നില്ല വേണുചേട്ടൻ റെക്കോർഡിങ്. അടുത്ത ദിവസം വേണുചേട്ടൻ അസാധ്യമായിട്ട് പാടി. ഒറ്റയ്ക്കില്ലായിരുന്നു. നമുക്ക് പഞ്ച് ചെയ്യാമെങ്കിലും വേണുചേട്ടൻ മിക്കാറും അത് പല്ലവി ചരണം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരുന്നു. രാധിക തിലക്കും രാധിക നമുക്ക് നമ്മുടെ കൂടെ ഇല്ല. മറ്റേത് സോളോ. അപ്പൊ വേണുചേട്ടൻ ഈ പാട്ട് അതില് കനകമന്ദാരമാല പ്രകൃതി തൂകുമീ നേരം അത് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അത് ഞാൻ വേണുചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണുചേട്ടൻ ഈ ഒരു ലൈനാണ് ആസ് എ കമ്പോസർ എൻ്റെ നെഞ്ചിനകത്ത് കയറിയിരിക്കുന്നതെന്ന് വേണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.